നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ നെയ്മർ റോബിഞ്ഞോയുടെ മകനെ തല്ലിയ പ്രശ്നം അങ്ങനെ അവസാനിക്കുകയാണ്. നെയ്മർ ജൂനിയർ തന്നോട് മാപ്പ് പറഞ്ഞെന്നും ആ മാപ്പ് താൻ സ്വീകരിച്ചെന്നും ഒക്കെ ഇപ്പോൾ റോബിഞ്ഞോയുടെ മകൻ വന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വക്കീൽ നോട്ടീസ് എന്ന് പറയുന്ന രൂപത്തിലുള്ള നോട്ടീസ് അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഞാൻ ദേഷ്യത്തിൽ അങ്ങ് ചെയ്തു പോയതാണ് എന്നാണ്. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതായാലും നെയ്മർ ജൂനിയറോട് റിക്കോലെക്കിറ്റയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം ഈ ചോദ്യം ചോദിച്ചു, എന്താണ് റോബിഞ്ഞോ ജൂനിയറുമായിട്ട് എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഈ വിഷയം ഇൻസൈഡിൽ തന്നെ ക്ലബിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ട ഒന്നായിരുന്നു. പക്ഷേ ഇത് ഫുട്ബോളിന് പുറത്തേക്ക് പോയി വലിയ രൂപത്തിൽ പ്രചാരം നേടുകയും ചെയ്തു. സംഭവം എൻ്റെ അടുത്തും തെറ്റുണ്ട്, അവൻ്റെ അടുത്തും തെറ്റുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചധികം തെറ്റ് സംഭവിച്ചു, പക്ഷെ ഞാനതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കളിക്ക് ശേഷം ESPN ബ്രസീലിനോട് സംസാരിക്കവേ നെയ്മർ ജൂനിയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റ് സംഭവിച്ചു, മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നെയ്മർ പറയുന്നു. അതുപോലെ തന്നെ റോബിഞ്ഞോ ജൂനിയർ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത് എങ്ങനെയാണ്, ഓഫ് കോഴ്സ് എനിക്ക് വലിയ സങ്കടം തോന്നി സംഭവം ഉണ്ടായപ്പോൾ. കാരണം കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഐഡോളാണ് നെയ്മർ ജൂനിയർ. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് നെയ്മർ. എനിക്ക് ലഭിച്ച ആദ്യ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ നെയ്മറുടെ ഒരു ഷർട്ട് ലഭിച്ചതാണ്. അപ്പോൾ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക്, ആ ഒരു പ്രൊപ്പോഷനപ്പുറത്തേക്ക് പോയി. ഇപ്പം നെയ്മർ ജൂനിയറുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഓൾറെഡി എന്നോട് അതിന് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നം ഏറ്റെടുക്കാൻ തയ്യാറുള്ളയാളാണ് നെയ്മർ. അതുപോലെ തന്നെ നെയ്മറുമായി സംസാരിക്കാൻ കഴിയുന്നയാളാണ് ഞാനും. സോ എവറിത്തിങ് ഈസ് ഫൈൻ നൗ, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആളുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സത്യമല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ വളർന്നു പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ശാന്തനാണ്, പ്രശ്നങ്ങളില്ല. ഓൾറെഡി ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നെയ്മറെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രശ്നം അവസാനിച്ചു. അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു, എന്തിനാണ് പിന്നെ ആ ഒരു നോട്ടീസ് അയച്ചത്? കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ വക്കീൽ നോട്ടീസ് കൊടുക്കുന്ന പോലെ എക്സ്ട്രാ ജുഡീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്തിന് കൊടുത്തു? അപ്പോൾ അതിന് പറഞ്ഞ മറുപടി, ആ ഒരു മൊമെൻറ്റിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ടാണ്. ഞാനും എൻ്റെ മാനേജർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്. സത്യം പറഞ്ഞാൽ അത് ചിന്തിച്ചെടുത്തതല്ല, ഒരു ഫീലിങ്ങിൽ അങ്ങ് ചെയ്തു പോയ സംഭവമാണ്. അത് 2 തവണ ചിന്തിച്ച് ചെയ്യണമായിരുന്നു. പക്ഷേ അത് പബ്ലിക്കിലേക്ക് പോയതും ശരിയല്ല. ഈ രൂപത്തിലുള്ള വലിയ ബഹളമായിട്ടത് മാറിയതിൽ അർത്ഥമില്ല. ഈ അനാവശ്യമായിട്ടുള്ള മീഡിയ അതിൽ കയറി വന്നു. അത് ഞങ്ങൾ രണ്ടുപേർക്കും, എനിക്കും നെയ്മർക്കും പ്രശ്നം തന്നെയാണ്. ഏതായാലും എനിക്കതിൽ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നെയ്മറുമായിട്ടും എൻ്റെ പാരൻസുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ തന്നെ ഈ ഒരു നോട്ടീസ് എൻ്റെ ലീഗൽ ടീം പിൻവലിക്കും. പ്രശ്നങ്ങളില്ല. ഞാൻ ആ മാപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ നോർമലാണ്, എല്ലാവർക്കും തെറ്റ് പറ്റാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം നമ്മളെപ്പോലെ മനുഷ്യനാണ്, എൻ്റെ ഭാഗത്തുനിന്നും തെറ്റ് പറ്റാറുണ്ട്. സോ ഒരുപാട് തവണ ഞാനും തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഏതായാലും മുഖത്തടി കിട്ടിയെന്ന് ചോദിച്ചാൽ അതാണ് സംഭവിച്ചത്. എനിക്ക് മുഖത്തടി കിട്ടി. പക്ഷേ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് നെയ്മർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പലതവണ എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ആ മാപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ റോബിൻ ജൂനിയർ പറയുന്നത്. ചുരുക്കത്തിൽ വിഷയം അവിടെ അവസാനിക്കുന്നു. അതേസമയം സാൻഡോസിൻ്റെ കോച്ചിനോട് ഇതേ ചോദ്യം ഒന്ന് ചോദിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞ മറുപടി, ട്രെയിനിങ്ങിന് സംഭവിച്ച കാര്യങ്ങൾ അതങ്ങനെ അവസാനിക്കുന്നു. പക്ഷേ ഇത് ഒരു തരത്തിലും ആർക്കും ഗുണമുണ്ടാക്കുന്ന കാര്യമല്ല. ആരും ഇവിടെ വിജയിക്കുന്നില്ല. തോറ്റത് സാൻഡോസ് മാത്രമാണ് ഈ വിഷയത്തിൽ എന്നാണ് ഇപ്പോൾ കൂക്ക പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.